കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇയാള് ഈ കത്തിയെടുത്ത് കുത്തിയെന്ന് പറഞ്ഞാൽ ശരിയാണ്. സ്വയം എന്റെ പാടുണ്ട് ഇതുപോലെ സ്വന്തം എന്തായാലും എന്റെ ജീവിതം ഞാൻ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. ഇതുപോലെ സഹിയിട്ട് എന്റെ തലമുടിക്ക് എല്ലാം കൂടെ പിടിച്ചിട്ട് പറയും മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കണോന്ന് പറയാണ്ട് വഴക്കുണ്ടാക്കി എന്റെ കൈ ഞരമ്പ് മുറിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ കടിച്ചതാ. എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ തടസ്സം നിന്നെ എന്റെ കയ്യൊക്കെ ഒരു കടിച്ചതാ. ഇതൊന്നും ബോധമില്ലാതാ ചെയ്തത്. ബോധമില്ലെന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ടാ ചെയ്തത്. അതുപോലെ തന്നെ നേരിട്ട് എന്നെ ഇത് കുത്താൻ വന്നപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഞാൻ പിടിച്ചു മാറ്റി, ഒരു കൈ കൊണ്ട് തട്ടിക്കളഞ്ഞു. ആ തട്ടിയ സൈഡും കൊണ്ട് ഈ സൈഡിൽ എന്റെ പാട് വന്നേക്കുന്നത്. വേണമെങ്കിൽ ഞാനിപ്പോ ഈ പ്രദർശനം ചെയ്യാൻ കാണിക്കാം. ശരി, ഇതിനെല്ലാം ഞാനിപ്പോ തെളിവ് സഹിതം ഞാൻ എന്റെ അവിടെ ഉള്ളവരെ വിളിപ്പിക്കട്ടെ. എനിക്ക് നീതി കിട്ടണം. മിനി നമ്മളിവിടെ നോക്കുന്നത് ഇദ്ദേഹത്തിന് മിനിയെ ഉപേക്ഷിക്കണമെന്നില്ല. വേണ്ട, ഇതൊരു സംശയം. സത്യമായിട്ട് പറഞ്ഞു ഞാൻ അതേമാതിരി ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്ക് ഭയമുണ്ട്. എന്താന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിനോട് എനിക്ക് ഭയമുണ്ട്. കാര്യം എപ്പോഴും ഏത് നിമിഷവും ഫോൺ വിളിച്ചാൽ അപായപ്പെടുത്തുന്നു. കൂട്ടുകാരെ വിളിച്ചിട്ട് എന്തിനാ പറയുന്നത്? അവിടെയുള്ള കൂട്ടുകാരെ ഇവൻ എവിടൊക്കെയാ ജോലി ചെയ്യുന്നത് നിരന്തരം എന്നോട് പറയാറില്ല. അവിടെ നിന്നുണ്ടുള്ള കൂട്ടുകാരെ വിളിച്ചിട്ട് എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് സോറി പറയുന്നു. എന്റെ മനസ്സിൽ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു. കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അജൻ ഇന്നതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കൊല്ലത്ത് വന്ന് കോട്ടയത്ത് വന്ന് വീട്ടിലേക്ക് വന്നപ്പം ഇവരുടെ അമ്മയും എൻ്റെ മൂത്ത കുഞ്ഞുണ്ടല്ലോ, മൂത്ത കുഞ്ഞു ഇളയ കുഞ്ഞും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുക. അമ്മയും വന്നിട്ടില്ല, എവിടെ പോയാന്ന് അറിയത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഫോൺ വിളിക്കുന്നു. ഈ ഫോൺ ആരുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അറിയോ? അമ്മുമ്മയുടെ ഫോണിൽ നിന്നാണ് മോൻ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ അമ്മുമ്മ എന്തി? അത് ഇതുപോലെ കുടുംബശ്രീകളിലാണ്ട് സ്കൂളിൽ മീറ്റിംഗ്. അപ്പം നീ ഇത് ആരുടെ ഫോണ്? അത് അമ്മുമ്മയുടെ ഫോണാണ്, മുറ്റത്തെ ഞാൻ റോഡിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 5 മണിയൊക്കെ ആകുമ്പോൾ അമ്മ എന്തെങ്കിലും ആവശ്യത്തിൽ പോയായിരിക്കും 5 മണിയാകുമ്പോൾ. ഞാൻ പറഞ്ഞു മോനെ 8 മണി വരെ നീ ഫോൺ കൈ വെച്ചൊക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിയായപ്പം വിളിച്ചപ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു 8 മണിയായിട്ടും അമ്മ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന്. ഞാൻ പറഞ്ഞു മോനെ ഇവിടെ ഭയങ്കര പരിപാടി നടക്കുക, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഫോണിൽ വിളിച്ചപ്പം ഇങ്ങോട്ട് വണ്ടി ഇരയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഞാൻ ചോദിച്ചു 2 കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് നീ എവിടെ പോയടി? ഇത്രയും നേരമായി മണി ആ പിള്ളേരെ എവിടെ കിടന്ന് കരയുന്നത്, എനിക്കിതുപോലെ ഇവിടെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്, വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവളെ എന്നോടും തട്ടിക്കറി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ സംസാരമായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും മോനെ 9 മണിക്കുള്ളിൽ വന്നില്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഫോൺ പിന്നെ അങ്ങ് സ്വിച്ച് ഓഫായി. വരുതിക്ക് പുറത്താണ്. പിന്നെ ഞാൻ മോനെ വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛാ 9 മണിയായിട്ടും വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ ഹോട്ടലിൽ ലീവ് ചോദിച്ചിട്ട് ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്ന് ഞാൻ ബസ് കയറാൻ നിന്നപ്പോഴത്തേക്കിന് ഇവളെ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ലീവ് എഴുതി കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇവൾ പറഞ്ഞു കൊടുക്കട്ടെ, വീട്ടിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെയും കൊല്ലും, ഞാനും ചാവും, വരാൻ പാടില്ലെന്ന് ഇവള് ഫോണിൽ കൂടെ പറയും. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി വന്നാൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പം? അത് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാക്കാത്തത്. എന്നാൽ ശരി, നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വരുന്നില്ല. നിങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം എനിക്ക് സഹകരണമാണ്. പീരീഡ് ആകുന്ന സമയത്ത് ഒരു ദിവസം കൂടെ കടന്നില്ലെന്നുണ്ടെങ്കിൽ പച്ച പറിച്ചതുപോലെ പോകുമ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്താടി നിന്റെ ഭർത്താവിനെ നീ കൊടുക്കത്തില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ അഭിമാനമുണ്ട്. ഞാൻ എത്രയ്ക്ക് തലമറന്ന ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയല്ല ഞാൻ കഴിയുന്നത്. എന്നും ചോദിക്കും. ഇത് തന്നെ പറഞ്ഞാണ് വഴക്ക്. മിക്കവാറും ഉള്ള വഴക്ക് ഈ വെള്ളം അടിച്ചു വന്നു കഴിയുമ്പോൾ ഇത് തന്നെ പറയുന്നത്. എല്ലാവരും ആരും ചോദിക്കും എന്ത് വേടാ കാരണം നീ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന മറുപടിയായത്. പറഞ്ഞിട്ടുണ്ട് പലരോടും, കരയോഗത്തിലും പാർട്ടിക്കാരോടും മെമ്പർമാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ 2 കുഞ്ഞുങ്ങളെല്ലാം ഞാൻ വരാം. അങ്ങനെ ഞാൻ ചെന്ന് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. ഇപ്പൊ പറയുന്നതല്ല നമ്മൾ കള്ളത്തരം പറയുവാണെന്ന്. എനിക്ക് അതിന് യാതൊരു വിശ്വാസമില്ല. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന വേദന ഉള്ളത് തന്നെയാണ്. എനിക്ക് എന്തിനാ വെറുതെ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ആമ്പിള്ളേരെ പറക്കാൻ പറ്റാത്ത പിള്ളേരെ, എനിക്കെന്തിനാ വെറുതെ ഞാൻ ഈ ഇദ്ദേഹത്തിനെ കളഞ്ഞിച്ച് എനിക്ക് വേറെ പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളെ കളഞ്ഞിച്ച് എനിക്ക് പോയിക്കൂടായിരുന്നു. ഒരേ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണോ? അത് തന്നെ. അപ്പൊ ഈ മധ്യസ്ഥം പറഞ്ഞ ആരെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുമോ? മധ്യസ്ഥം പറഞ്ഞില്ലേ നിങ്ങൾക്ക് 1 വർഷം നിങ്ങൾ ഒരുമിച്ച് താമസിക്കൂ എന്ന് പറഞ്ഞില്ലേ? അവരുടെ മുൻപിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത്? അവിടുന്നുള്ള ആൾക്കാരെയാണ് വിളിച്ചോണ്ടിരുന്നത്. കരയോഗത്തിലുള്ള ആൾക്കാരെ മെമ്പർമാരെ എല്ലാം വിളിച്ചോണ്ടിരുന്നൊക്കെ അവിടെ ഉള്ളവരെ തന്നെയാണ്. അവർ പറയുമായിരിക്കും, പറയുമോ ഇല്ലെന്ന് അറിയത്തില്ല. ചിലപ്പോ എനിക്കാണോ അല്ല, അവർക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ അവർ അറിഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം മദ്യപിക്കുമെന്നും മിനിയെ ഉപദ്രവിക്കുമെന്നും സത്യമായിട്ടാണ്.